ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാണ്. 2005 റിലീസായ ഡബിൾ ബിസൈഡ്സ് യു എന്നൊരു അടിപൊളി ഡ്രാമയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 20 എപ്പിസോഡാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്ന ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവളുടെ പേരാണ് ക്യൂ യാങ്. നമുക്ക് ക്യൂ എന്ന് പറയാം. അവളാണെങ്കിൽ അവളുടെ ക്രഷിനെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ക്ലാസ് ശ്രദ്ധിക്കാത്തത് കണ്ട് അവളുടെ അടുത്തിരിക്കുന്ന കുട്ടി അവളുടെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവളത് അറിയുന്നില്ല. ആ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് സിൻ. ആ സമയം ടീച്ചറാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡസ്റ്റർ എടുത്ത് അവളുടെ തലയ്ക്കോട്ട് എറിയുമ്പോഴാണ് അവൾ ഉണരുന്നത്. നീ എന്താ, ഞാൻ താരാട്ട് പാടുകയാണെന്ന് വിചാരിച്ചോ? ഞാൻ ഇത്രയും പഠിപ്പിക്കാൻ നിനക്ക് ഉറങ്ങാൻ തോന്നുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അവളാണെങ്കിൽ ആ വഴക്കെല്ലാം വച്ചിട്ട് അങ്ങനെ തിരിയുമ്പം അവളുടെ ക്രഷ് അവിടെ ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ അവിടെ നോക്കി ചിരിക്കുന്നുണ്ട്. അത് കാണുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട്. അവൻ്റെ പേരാണ് യു. അവൻ നമ്മുടെ ഈ ഡ്രാമയിലെ സെക്കൻഡ് ഹീറോ ആണ്. ബ്രേക്കിൻ്റെ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും നീ അവനെ പ്രപ്പോസ് ചെയ്തോന്ന് ചോദിക്കും. എന്തായാലും ഇന്ന് എന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അവളാണെങ്കിൽ പാർക്കിങ്ങിൽ വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ലെറ്ററൊക്കെ കൊണ്ടവിടെ നിൽക്കും. അവളുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട്. അവൾക്ക് കൂട്ടായിട്ട് ഫ്രണ്ട്സും അവിടെ കാവൽ നിൽപ്പുണ്ടായിരിക്കും. എങ്കിലും ഇവൾ ഭയങ്കര ടെൻഷനിലും വിറച്ചും കൊണ്ട് നിൽക്കുകയായിരിക്കും. അവിടേക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ലെറ്റർ അവൻ്റെ നേരെ തിരിക്കുമെങ്കിലും അവനത് ശ്രദ്ധിക്കുന്നില്ല. അവനത് കാണാതെ അങ്ങ് പോകുന്നുണ്ട്. ഇവളെന്താ അങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവനങ്ങ് പോയിട്ടുണ്ടാവും. ഇത് ലെറ്ററിലോട്ട് നോക്കുമ്പോൾ ആ ലെറ്ററിൻ്റെ നേർക്ക് വേറൊരാളാണ് നിൽക്കുന്നത്. അവളാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. ഇതാണ് നമ്മുടെ ഹീറോ. ഇവൻ്റെ പേരാണ് ജിയാങ്. ഇവനാണെങ്കിൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവൾ ഭയങ്കരമായിട്ട് പേടിച്ചതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ലെറ്റർ താഴെ വീണിട്ട് സോറി, ആള് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ പോലും എടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് രണ്ടുപേരാണെങ്കിൽ അവളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ആളുമാർ ലെറ്റർ കൊടുത്ത ആൾ നീ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രോഡ് പയ്യനാണെന്ന്. കൊച്ചിലെ തൊട്ടേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സ്കൂളിലെ തല്ലുകൊള്ളി ഗുണ്ടാ സംഘത്തിൻ്റെ ആൾ പോലെയാണ് അവനെന്ന്. എല്ലാ പ്രശ്നവും അവനുണ്ടാക്കുന്നത്. അവൻ്റെ അടുത്താണ് ഒന്ന് ലെറ്റർ കൊണ്ട് കൊടുത്തതെന്നൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരെ പിരിച്ചുവിടുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അതൊക്കെ കുറേ കൂടെ ടെൻഷൻ. അയ്യോ, ഇങ്ങനൊരു വൃത്തികെട്ടൻ്റെ കയ്യിലാണല്ലോ ഞാൻ ലെറ്റർ വെച്ച് നീട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ആ ലെറ്റർ എവിടെ എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത്. അപ്പോൾ ആ ലെറ്റർ ഞാൻ എടുക്കാതെയാണോ വന്നതെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ പേടിച്ച് ആ ലെറ്റർ തപ്പി പോകുന്നുണ്ട്. ആ ലെറ്റർ വീണ സ്ഥലത്ത് അവൾ വന്ന് നോക്കുമെങ്കിലും അവിടെ എങ്ങനെ ലെറ്റർ കാണില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അതെന്തായാലും ജിയാങ് തന്നെ എടുത്തിട്ടുണ്ടായിരിക്കും എന്ന്. എന്നിട്ട് അവിടെ എങ്ങനെ വീണിട്ടുണ്ടെന്ന് പുറത്ത് പോയി നോക്കുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സെക്കൻഡ് ഹീറോ ആയ യു വരുന്നുണ്ട്. നീ എന്തായി തേടണേന്ന് വെച്ചിരിക്കുമ്പോൾ അതിന് ലെറ്റർ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് ഇവനാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവൾ പറയും ഇല്ല, ഞാൻ 4 ലീഫ് ക്ലവർ നോക്കുകയാണെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലക്കാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമെന്നാണ് പറയുന്നത്. ശരി, ഞാനും കൂടെ നോക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യുവും കൂടെ അതിന് അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അവനാണെങ്കിൽ അവളുടെ അടുത്തോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അത് കാണുമ്പോൾ അവളാണെങ്കിൽ നന്നായിട്ട് പേടിച്ചു പോകും. അപ്പം നമ്മുടെ യു പറയും നീ പേടിക്കണം, നിന്റെ ഡ്രസ്സിലൊരു പുഴു ഇരുന്നു, അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. എന്നിട്ട് ഇപ്പം നൈറ്റ് ആകാൻ ടൈം ആവുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കും. ഇവരിങ്ങനെ ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നയാളെ നമ്മളെ ഹീറോ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ അവർ തമ്മിൽ പിരിയാൻ സമയത്ത് യുവിൻ്റെ അടുത്ത് പേര് പരിചയപ്പെടുത്താൻ വേണ്ടി ഹീറോയിൻ തിരിയുമെങ്കിലും അവനാണെങ്കിൽ നീ അല്ലേ ക്യൂ യാങ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പേര് അവനറിയാമെന്നുള്ളത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൾ തുള്ളിച്ചാടിയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട് സിൻ കോൾ ചെയ്യുന്നുണ്ട്, ലെറ്റർ കിട്ടിയോന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് അവൾ ലെറ്റർ തപ്പിയാണ് പോയ കാര്യം എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ട്. ശരി, ഓക്കെ, അത് നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അമ്മ വർക്ക് ചെയ്യണ ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ ഡെലിവറി കൊടുത്തിട്ട് വീട്ടിലോട്ട് പോയി കാണുമല്ലോ എന്ന് പറയും. അപ്പോൾ ആണെങ്കിൽ അവളും ശരി ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ലേഡി പറയും എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എന്തോ മനസ്സ് ശരിയല്ലെന്ന് തോന്നുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡാണെന്ന്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴേക്കും സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. അമ്മയുടെ പിറകെ തന്നെ അവളുണ്ടായിരുന്നത് കൊണ്ട് അമ്മ വീണതും അവൾ എണീപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയാണെങ്കിൽ കൊച്ചിനെ പോലെ ഇരുന്നുകൊണ്ട് കരയാണ്, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിലും അമ്മേനെ അവിടുന്ന് കൂട്ടി വീടിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു മുറിവിലേക്ക് ആ മരുന്നെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് ചോദിക്കും എന്താ അമ്മയെ കാര്യം, എന്താ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയും പറയാൻ വേണ്ടി വരുന്ന പോലെ വരും. എന്നിട്ടാണെങ്കിൽ മോളാണെന്ന് കാണുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്മ
വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. പണ്ടൊക്കെ അവളെ ആണെങ്കിൽ അവളുടെ കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ബുളി ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമെങ്കിലും അമ്മ ഒറ്റയ്ക്ക് സങ്കടപ്പെടേണ്ട എന്ന് കരുതിക്കൊണ്ട് അമ്മയോടൊന്നും പറയില്ല. കാരണം അവൾക്ക് സിംഗിൾ പാരൻ്റാണ്. പപ്പ അതിന് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വിഷമങ്ങളും അവളോട് ഒറ്റയ്ക്ക് വന്നെന്നാണ് കരഞ്ഞു തീർക്കുന്നത്. പക്ഷെ അമ്മ ഇതെല്ലാം അറിയുമ്പോൾ അവളുടെ അടുത്ത് വന്ന് ഒരു ദിവസം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് പറയാതെ ഒരു രഹസ്യവും നിനക്കും ഉണ്ടാവരുത്, നമുക്ക് പരസ്പരം ഒരു രഹസ്യങ്ങളും പാടില്ല എന്ന്. അതുകൊണ്ട് അമ്മ പറ എന്താ കാര്യം എന്ന്, എന്തിനാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ അമ്മയാണെങ്കിലും പേടിച്ച് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ്റെ മുഖം അങ്ങ് മാറും. എന്നിട്ട് ദേഷ്യത്തിൽ, ആരാ അത്, എത്ര കാലമായിട്ടാണ് തുടങ്ങിയത്, നിങ്ങൾ എത്ര കാലമായിട്ട് ഡേറ്റ് ചെയ്യുന്നു, അവൻ നല്ലവനാണ്, അവന് ഭാര്യ മക്കളുണ്ടോ, ഭാര്യയെ പറ്റിച്ചാണോ ഡേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെയൊക്കെ പോയി എന്നെല്ലാം ദേഷ്യത്തിൽ ചോദിക്കും. അമ്മയാണെങ്കിലും പേടിച്ചിട്ട്, നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് വേണ്ടെന്ന് വയ്ക്കുക, ഇനി അയാളുടെ മിണ്ടത്തില്ല, പിന്നെ അയാൾ ഡൈവേഴ്സ്ഡ് ആണ്, അയാൾക്ക് മക്കളാണുള്ളത്, ഭാര്യയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവരുടെ ലവിന് ഓക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, അവർ തുള്ളി ചാടുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ നിന്നായിട്ട് ഡേറ്റിന് പൊയ്ക്കോട്ടെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവളും ഓക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ എന്തോ വേണം, അമ്മ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മയാണെങ്കിൽ നല്ല അടിപൊളിയായി ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹീറോ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അവളുടെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവനെ കണ്ടിട്ട് കാണാത്ത പോലെ അവൾ അങ്ങ് മാറാൻ നോക്കുന്നുണ്ട്. കാരണം അവൻ്റെ ലെറ്ററുള്ളേ നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അവനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവൻ ആ ലെറ്ററിലുള്ള ചില പാർട്സുകൾ വായിക്കുകയാണ്. അയ്യോ ഇതൊക്കെ എൻ്റെ ലെറ്ററിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി അവൻ്റെ അടുത്തോട്ട് പോയിട്ട് എൻ്റെ ലെറ്റർ ഇങ്ങ് തിരിച്ചു തന്നേര്, താങ്ക്സ്, അത് സൂക്ഷിച്ചെന്ന് പറഞ്ഞ് ലെറ്റർ വാങ്ങാൻ പോകുമ്പോൾ അവനാണെങ്കിൽ അത് കൊടുക്കത്തില്ല. അത്ര എളുപ്പത്തിലൊന്നും ഞാൻ ലെറ്റർ നിനക്ക് തരത്തില്ല, നിനക്ക് ഈ ലെറ്റർ വേണമെങ്കിൽ നീ എൻ്റെ അടിമയായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് തരത്തുള്ളൂ എന്ന്. അപ്പോൾ അവൾ, നീ എന്താ കളിക്കുവാണോ, മര്യാദയ്ക്ക് ലെറ്റർ എന്ന് പറയുമ്പോൾ നിനക്ക് ലെറ്റർ വേണോ അടിമയായിട്ടിരിക്കണമെന്ന് പറയും. പക്ഷെ നിനക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനിതിനെ ഒരു 1000 കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് കോളേജിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിടും, എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്യുമെന്ന് പറയും. അവസാനം നമ്മുടെ ഹീറോയിന് വേറെ വഴിയില്ലാണ്ട് ഞാൻ നിൻ്റെ അടിമയായിക്കോളാന്ന് സമ്മതിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ അവൻ്റെ ക്ലാസ്സിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ 4 ഫ്രണ്ട്സ് ഉണ്ട്. 4 പേരും ഇതാരാടാ, ഇവിടെ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് എൻ്റെ അടിമയാണെന്ന്. അപ്പം 4 പേരും 4 രീതിയിൽ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുമ്പം അവൻ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അടിമയല്ല, എൻ്റെ മാത്രം അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർക്കൊക്കെ ഇട്ട് ഓരോ അടിയും കൊടുത്ത് വിടുന്നുണ്ട്. എന്താ ശരിയല്ലേ എന്ന് അവളുടെ അടുത്ത് അവൻ ചോദിക്കും. അവൾക്കാണെങ്കിൽ കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട്. എങ്കിലും അവളെ വിടത്തില്ല. എന്താ സത്യമാണോ അല്ലേന്ന് നീ പറയാന്ന്. അവനും അതെ സത്യമാണെന്ന് പറഞ്ഞിട്ട് അവളും ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ സിന്നാണെങ്കിലും, ഇവനെന്താ അത്രയ്ക്ക് ആളാണ്, ഇവന് വേറെ ആളെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടോ, ലെറ്ററിന് വേണ്ടി നിന്നെ അടിമയാക്കണം, ബാ ഞാൻ നിനക്ക് വേണ്ടി ചോദിക്കാമെന്ന് പറയും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫ്രണ്ട് അവൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞതോടത്ത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം സിന്നെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്കെല്ലാം അവനോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ള ഡെമോ കാണിച്ചുകൊണ്ട് പോവുകയായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി തിരിയുന്നത് നമ്മുടെ ഹീറോയുടെ നേരത്താണ്. അവളാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചു. നീ എന്താ പറയാൻ വന്നത്, പറഞ്ഞോ, എൻ്റെ അടുത്ത് പറഞ്ഞോ എന്ന്. ഉടനെ സിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാല് മാറുന്നുണ്ട്. പക്ഷെ ആ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചുമ്മാ വാ കൊടുത്ത് വടി വാങ്ങുന്നുണ്ട്. എന്താ നീ വിചാരിച്ചത്, നിനക്ക് എന്നെ അടിമയാക്കണം അല്ലേ, നിനക്ക് ശരിയാക്കി തരാടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ സിൻ പറയും, ഇവൾക്ക് നിൻ്റെ അടിമയായിട്ടിരിക്കുന്നതിലും വലിയൊരു ഭാഗ്യം വേറെയില്ല, നിൻ്റെ അടിമയെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവളെ അവൻ്റെ ദേഹത്തോട്ട് തള്ളിയിട്ടിട്ട് രണ്ടുപേരും ഓടിപ്പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, പാവം പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൻ അവളെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവൻ്റെ ക്ലാസ്സിൽ അവനുള്ള നോട്ടെല്ലാം നമ്മുടെ ഹീറോയിനെ കൊണ്ട് എഴുതിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് അവൾ എഴുതുന്ന ആ ഒരു മേശയുടെ മുകളിലോട്ട് അവനാണെങ്കിൽ കാലും തൂക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഷൂയിൽ നിന്ന് വരുന്ന നാറ്റമാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ അവനാണെങ്കിൽ കാല് പോലും എടുത്ത് മാറ്റത്തില്ല. ആ സമയം അതൊക്കെ നമ്മുടെ സാറ് കാണുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യുന്നത്, നീ ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നതെന്ന് പറയും. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ സഹായിക്കണമെന്ന് പറയും. ഇപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പുറത്തിറങ്ങി പോകാൻ വേണ്ടി സാറും പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവൾ പുറത്തു പോകാൻ വിടുന്നില്ല. അവനാണെങ്കിൽ അവരെ പിടിച്ചിരുത്തുന്നുണ്ട്. നീ ആരാണെന്ന് എനിക്കറിയണ്ട, നീ എത്രയും പെട്ടെന്ന് ക്ലാസ്സിൻ്റെ പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അവൾ എൻ്റെ നോട്ട്സാണ് എഴുതുന്നതെന്ന്. നോട്ട്സ് അവൾ എഴുതും, നിനക്ക് വേണ്ടിയുള്ള ഫുഡും അവൾ കഴിക്കുമെന്ന് സാറ് ദേഷ്യപ്പെടും. അന്ന് ദേഷ്യപ്പെടുമ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള യാബിൻ ചാടി എണീറ്റ്, സാർ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മോനോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അത് കേൾക്കുന്ന സാറാണെങ്കിലും പിന്നീടൊന്നും സംസാരിക്കാൻ പറ്റാത്ത പോലെ ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വായും വെച്ച് ചുമ്മാ ഇരിക്കാതെ ഇടിയേറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുമെങ്കിലും നമ്മുടെ സാറ് നീ ഇരുന്ന സീറ്റിലോട്ട് തന്നെ തിരിച്ചു പോയി ഇരിക്കാൻ പറഞ്ഞ് അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്തു വിടത്തില്ല.
നമ്മുടെ ഹീറോ ആണെങ്കിൽ വില്ലൻ ലുക്കിൽ ചിരിക്കുന്നുണ്ട്. അടുത്ത ബ്രേക്ക് ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എല്ലാവർക്കും ഉള്ള സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, താഴെ വീഴുന്നുണ്ട്. എങ്കിലും അവൾ അതൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് അതിങ്ങനെ നടന്നു വരുന്ന സമയം ഒരു പെൺകുട്ടി അവളെ വലിച്ച് തള്ളി അങ്ങിടുന്നുണ്ട്. എന്നിട്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഫ്രണ്ട്സിനെയാണോ തട്ടിയെടുക്കാൻ നോക്കുന്നതെന്ന്. നിന്റെ ഫ്രണ്ട്സോ, അതാരാന്ന് അവൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അത് ജിയാങ് ആണെന്ന്. അയ്യേ അവനോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ലെറ്ററിനെ മാത്രം നീ വാങ്ങിച്ചതാ, പിന്നെ ഞാൻ അവൻ്റെ മുഖത്ത് പോലും നോക്കത്തില്ല എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ എന്ത് ലെറ്ററാന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയാൻ വരുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള യു വരുന്നുണ്ട്. നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിലും താഴെ വീണ് കിടക്കുന്ന ആ ഒരു സ്നാക്സ് എല്ലാം അവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. യു അവിടെ നിന്ന് പോയ ശേഷം അവളാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുവിൻ്റെ അടുത്ത് അവളുടെ ലവ് പ്രപ്പോസ് ചെയ്യണം, എങ്കിൽ പിന്നെ ഇവൻ്റെ അടിമയായിട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ തീരുമാനമൊക്കെ എടുത്തിട്ട് ആ ഒരു സ്നാക്സ് എല്ലാം കൊണ്ട് നമ്മുടെ ഹീറോ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഇനി തൊട്ട് നിൻ്റെ ഞാൻ അടിമയായിട്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ലവ് അവൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിനെ തള്ളിയിട്ടില്ല. അവളുടെ പേരാണ് ലീഷിങ്. അവളാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കുള്ള സ്നാക്സും കൊണ്ടുവരും. പക്ഷെ നിനക്കിതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് ഹീറോ അത് വാങ്ങാതെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ലാംബീനാണെങ്കിൽ നമ്മൾ ലീഷി എടുത്ത് പറയുന്നുണ്ട് അവനിന്ന് ബാഡ് മൂഡിലാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ ലാംബീനാണെങ്കിൽ ലീഷി എടുത്ത് ക്രഷുണ്ട്, പക്ഷെ അവനാണെങ്കിൽ ഒന്നും പറയാതിരിക്കുന്നതാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ യുവിൻ്റെ അടുത്ത് ലവ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് പഠിച്ചു വയ്ക്കുകയാണ്. അവൻ അവിടെ വരുമ്പോൾ അവളുടെ ഇഷ്ടം പറയുന്നുണ്ട്. അവനും അവളെ ഇഷ്ടമായിരുന്നത് പോലെ അവൾ പറഞ്ഞതും അവനും പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് നോട്ടീസ് ബോർഡിൽ എല്ലാവരും കൂടെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിലും അതെന്താണെന്ന് പോയി നോക്കുമ്പോൾ അവളുടെ ലെറ്ററിൻ്റെ കോപ്പി അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഹീറോയിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ ആ ലെറ്ററിനെ വലിച്ചു കീറി എടുത്തിട്ട് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവളിങ്ങനെ ദേഷ്യത്തിൽ ഓടിപ്പോകുന്നത് അവളുടെ ഫ്രണ്ട്സും കാണുന്നുണ്ട്. ഇവളെങ്ങോട്ടായി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരും പിറകെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ യു ആണെങ്കിലും അവളുടെ പിറകെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരെ പോയി ഹീറോയുടെ കണ്ണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. നീ എന്തിനാടി എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് പറയും നിനക്കെന്താ മനുഷ്യന്മാരുടെ ഫീലിങ്സ് അറിഞ്ഞൂടെ, എൻ്റെ ലെറ്റർ എന്തിനാ ഇങ്ങനെ നീ എല്ലാവർക്കും പൊട്ടിച്ച് കാണിച്ചു കൊടുത്തത്, നീ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചാലല്ലേ ഇതൊക്കെ നിനക്ക് മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവനിതെല്ലാം ഭയങ്കര വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിലും അവനൊന്നും പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൻ അവളെ ക്ലോസ് ആയിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഞാൻ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നു പറഞ്ഞും കൊണ്ട് ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ അവളാണെങ്കിൽ അവളുടെ കൈക്കണ പേപ്പറിനെ അവൻ്റെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിന്നും അവളുടെ ഫ്രണ്ടും നമ്മുടെ യുവും കൂടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ലൈബ്രറിയിലോട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിക്കും സിന്നിനാണെങ്കിൽ നമ്മുടെ യുവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഹീറോയിന് അത് ഇഷ്ടമായതുകൊണ്ടാണ് അവൾ അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അവളാണെങ്കിൽ ലൈബ്രറി വന്ന് നോക്കുമ്പോൾ അവിടെ യു മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ഞാൻ കാരണമാണ് നിനക്കിങ്ങനെ നാണക്കേടുണ്ടായതെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ യു സമാധാനപ്പെടുത്തുന്ന രംഗത്തോടെ ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമാവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.